പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുന്ന കൃഷും അതുപോലെ തന്നെ കൺമണിയും തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്ന കൃഷ് കൺമണിയോട് അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് വീട്ടിലുള്ളവർ അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്നും അതെല്ലാം പിന്നീട് ഇനി സംസാരിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൃഷ് പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയുകയാണ് കൺമണി. ഈ കാര്യം മാനസിയും അതുപോലെ തന്നെ ആൻറ്റിയമ്മയും അറിയുകയാണ് എങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ള കാര്യം തനിക്ക് പോലും അറിയില്ല എന്ന് വ്യക്തമാക്കുന്ന കൺമണി, ഉദ്ദേശം രക്ഷപ്പെടുന്നതിന് വേണ്ടി ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ കാര്യം കണ്ടില്ല എന്ന് നടിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതേ സമയം കൺമണി തിരികെ വരുന്നത് കാണുന്ന ആൻറ്റിയമ്മയും അതുപോലെ തന്നെ ആൻറ്റിയമ്മയുടെ കൂടെ നിൽക്കുന്ന മാനസയും എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുന്നു. മാത്രവുമല്ല ഇതേ സമയം ആൻറ്റിയമ്മ ദേ കൃഷ് തിരികെ വന്നു. കൃഷിനെ നമ്മുടെ സംഗീതയുടെയും നിഷിയുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കൺമണിക്ക് സാധിച്ചിരിക്കുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇവൾ മിടുക്കിയ, ഇവൾ നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ കാര്യങ്ങൾ വളരെ സുഗമമായി നടക്കും. ഇവൾക്ക് അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും പേടിക്കേണ്ട എന്ന് ഇത് കേൾക്കുന്ന മാനസ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കൺമണി എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ച സംഭവങ്ങളെ പറ്റി എങ്ങനെയാണ് ഇവരോട് തുറന്നു പറയുക എന്നറിയാതെ പകച്ചു പോവുകയാണ് കൺമണി. ഇതൊന്നും പറയാതെ വീട്ടിലേക്ക് കയറുകയും ചെയ്യുന്നു. ഇതേ സമയം സാഗറും അതുപോലെ തന്നെ സുജയും എവിടെയായിരുന്നടാ നീ എന്ന് ചോദിച്ചുകൊണ്ട് കൃഷിന്റെ അടുത്തേക്ക് വരികയാണ്. ഇതോടെ കൃഷ് അത്യാവശ്യമായി പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പോകേണ്ടതായി വന്നത്. ഇനി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അതൊക്കെ കുഴപ്പമില്ല, വേഗം പോയി റെഡിയായി വാ, എത്രയും പെട്ടെന്ന് തന്നെ ഇനി വിവാഹ നിശ്ചയത്തിന്റെ ബാക്കി കാര്യങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ കൃഷ് അവിടെ നിന്ന് കയറി പോകുന്നു. കൺമണിയാകട്ടെ തൻ്റെ കഴുത്തിൽ കെട്ടിയ താലി എങ്ങനെയാണ് ഊരിമാറ്റുക എന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. കൺമണിയുടെ വരവിൽ സംശയം തോന്നുന്ന അമ്മായിമാർ കൺമണിയെ തേടി മുന്നിലേക്ക് എത്തുകയും എന്താണ് കൺമണി, മുഖത്തൊരു വിഷമം എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന കൺമണി, ഏയ് വിഷമമൊന്നുമില്ല, ഞാൻ ഓരോ കാര്യങ്ങൾ വീട്ടിലെ ആലോചിക്കുകയായിരുന്നു എന്ന് പറയുകയും എന്തായാലും എൻഗേജ്മെന്റിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, ഞാൻ തന്നെ മുന്നിൽ നിന്ന് നടത്തിയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങൾ എന്തായാലും കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം വാ എന്ന് പറഞ്ഞ് കൺമണി ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് കൺമണിയുടെ കഴുത്തിൽ ഒരു താലിയല്ലേ കിടക്കുന്നത് എന്ന് അമ്മായി പറയുന്നത്. ഇത് കേൾക്കുന്ന മറ്റ് അമ്മായിമാർ, ആണോ, അത് ഞാൻ കണ്ടില്ലല്ലോ, പക്ഷേ താലിയൊന്നും വരാനുള്ള സാധ്യതയില്ല, എങ്ങനെയാണ് അവളുടെ കഴുത്തിൽ താലി വരിക, എൻഗേജ്മെന്റ് മാത്രമല്ലേ അവളുടെ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാ, നിനക്ക് തെറ്റിയതാവും, അല്ല ഞാൻ കണ്ടതാണ്, സംശയമുണ്ട് എങ്കിൽ ഒന്നുകൂടി പോയി ചോദിക്കാം എന്ന് അറിയിച്ചതിനെ തുടർന്ന് അവർ കൺമണിയുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷേ അപ്പോഴേക്കും കൺമണി അവരുടെ വരവ് മനസ്സിലാക്കി ബുദ്ധിപൂർവം ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതേ സമയം തിരികെ എത്തിയ കൃഷ് മഹിയെ ഫോൺ ചെയ്യുകയാണ്. മഹിയോട്, എവിടെയാടാ നീ, നിന്നെ കണ്ടില്ലല്ലോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് അർജന്റായി സംസാരിക്കാനും ഉണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്ന് മഹി ഉടനെ തന്നെ എത്താമെന്ന് അറിയിച്ചിരിക്കുകയാണ്.
പക്ഷേ ഇതിനിടയിൽ സാഗറും വീട്ടുകാരും മുന്നിലേക്ക് കയറി വന്നതിനെ തുടർന്ന് ഒടുവിൽ മാനസയുടെ കയ്യിൽ മോതിരം അണിയിച്ചിരിക്കുകയാണ് കൃഷ്. ഇതോടെ മാനസ എന്നേക്കുമായി കൃഷ് എന്റേതായി. എൻ്റെ മനസ്സിലെ ആഗ്രഹം ഒടുവിൽ നടക്കുക തന്നെ ചെയ്തു എന്ന് വിചാരിക്കുകയും അതുകൊണ്ട് തന്നെ ഇനി യാതൊന്നും പേടിക്കാനില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ആൻറ്റിയമ്മയും കാര്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് സംഗീതയും അതുപോലെ തന്നെ നിഷിയും അവിടേക്ക് വരുന്നത്. എന്നാൽ ഇനി ഒന്നിലും ഇടപെടേണ്ട എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് അവർ വരുന്നത്. ക്രിഷിന്റെ മുന്നിൽപ്പെട്ടാൽ ക്രിഷ് നമ്മളെ ബാക്കി വെച്ചേക്കില്ല എന്നുള്ള കാര്യം സംഗീത നിഷിയോട് പറയുകയും അതുകൊണ്ട് തന്നെ ഒന്നും നടന്നിട്ടില്ല എന്ന മട്ടിൽ വേണം നമ്മൾ സംസാരിക്കാൻ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് വ്യക്തമാക്കുന്ന നിഷി ഇതേ തുടർന്ന് ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഈ ചടങ്ങ് ഗംഭീരമായി നടന്നതിൽ സന്തോഷമുണ്ട് എന്ന് മാനസയോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്നാണ് കൺമണി കൃഷിനെ കാണുന്നതിനായി എത്തുന്നത്. കൃഷിനോട് തൻ്റെ കഴുത്തിൽ കിട്ടിയ ഈ താലി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിനൊരു ഉത്തരം വേണം എനിക്ക്. ഞാനിത് പൊട്ടിച്ചു കളയണോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ് എന്ത് മറുപടിയാണ് നൽകേണ്ടത് എന്നറിയാതെ പകച്ച് പോയിരിക്കുകയാണ്. കൺമണി, നമ്മൾ ഇതെല്ലാം അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ചെയ്ത കാര്യങ്ങളല്ലേ? അതൊന്നും കൺമണി അത്ര സീരിയസ് ആയി എടുക്കേണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് സാറിന് അതൊരു തമാശയായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് സാറാണ്. താലിക്ക് ഞാനൊരു വില കൽപ്പിക്കുന്നുണ്ട്, എൻ്റെ ജീവന്റെ വില. അത് അങ്ങനെ വലിച്ചെറിയാനൊന്നും എനിക്ക് പറ്റുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ ഉടൻ തന്നെ കണ്ടെത്തുമെന്നും അതിന് വേണ്ടി കുറച്ച് സമയം എനിക്ക് നൽകണം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കൃഷ് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയും ഇതേ തുടർന്ന് മഹിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കൃഷിന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയുന്നത് മഹിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.